ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ജന്നാത്ത്. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യണം. 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം മാരിനേറ്റ് ഉണ്ടാക്കണം, ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനായിട്ടാണ് നമ്മൾ ഇതൊക്കെ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് 1 ടീസ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂണ് വിനേഗർ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ഇതൊക്കെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് നമുക്ക് 1 കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മാരിനേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് പീസാണ്. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ച് നല്ല ഫ്ലേവർ കിട്ടും. ഇനി വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി ഇത് ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നല്ല ചൂടുള്ള എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ നേരം ഫ്രൈ ചെയ്യേണ്ട ചിക്കൻ, കാരണം കൂടുതൽ ഫ്രൈ ചെയ്താൽ ചിക്കൻ മുറുകിപ്പോവും. അപ്പോൾ കുറച്ച് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ജ്യൂസി ചിക്കന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ 1 സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള സോസാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം 1 ടീസ്പൂണ് ഗാർലിക്കും 1 ടീസ്പൂണ് ജിഞ്ചറും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള, ക്യാപ്സിക്കം, 2 പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. നമുക്ക് ഹൈ ഫ്ലെയിമിലിടാം. അധികം വഴറ്റണ്ട. നമുക്ക് കഴിക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ്സും കൂടി വേണം. ഇനി നമുക്കിതിലേക്ക് സോയാ സോസ് ഞാൻ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്രേവിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുകയാണ്. കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കണ്ടൻറ്റ് കൂട്ടാം. അതിനനുസരിച്ച് സോസ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കന് അവസാനമായിട്ട് ആഡ് ചെയ്യാം.
ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. ആ സോസൊക്കെ ചിക്കനിൽ നന്നായി കോട്ടായി വരണം. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി ഞാൻ പറഞ്ഞ പോലെ കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുള്ളാണ്. നമ്മൾ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതൊക്കെ സോസിൻ്റെ കളറാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.